രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളവും അതിൽ നിയമപരമായ നടപടികളെ സംബന്ധിച്ചിടത്തോളവും ഒക്കെയുള്ള കാര്യങ്ങൾ ഞങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ഇതിന്റെ പ്രശ്നങ്ങൾ തുടങ്ങുന്ന അവസരത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞു, കേരളത്തിന്റെ സംസ്കാരം നമുക്ക് ഉയർത്തിപ്പിടിക്കുവാൻ പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധി MLA ഭാഗത്തുനിന്ന് നിഷ്ക്രൂരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ലോകം ഒരിക്കലും അംഗീകരിക്കുന്ന കാര്യങ്ങളല്ല. വിട്ടുവീഴ്ചയില്ലാത്ത നടപടി നിയമപരമായി സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് MLA ആക്കിയ പാർട്ടിയും സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. കോൺഗ്രസ് പാർട്ടി അത് അറച്ചു നീക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ കേരളത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ഒരു മുഖമാണല്ലോ ഈ സുഹൃത്തെന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും രണ്ടുമല്ല, ഡസൻ കണക്കിന് വരുന്ന പരാതികൾ ഇത് വന്നുകൊണ്ടിരിക്കുക. ഇനിയെങ്കിലും അദ്ദേഹം ഈ സ്ഥാനത്തിരുന്നുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുവാനും ചെയ്ത കാര്യങ്ങളെ പ്രൊട്ടക്ഷൻ സ്ഥാനം ഒരു മറയായി മാറാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി കോൺഗ്രസ് സ്വീകരിക്കേണ്ടതാണ്. എന്തായാലും നിയമത്തിന്റെ വഴിക്കുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. നിയമപരമായുള്ള നടപടികൾ മുന്നോട്ട് പോകുന്നു. ഇപ്പോഴും കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് നല്ല പിന്തുണ ഇദ്ദേഹത്തിന് കിട്ടുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതല്ലെങ്കിൽ ഇത്രയധികം കുറ്റകൃത്യങ്ങൾ ചെയ്ത ഒരു കുറ്റവാളി MLA സ്ഥാനം വഹിച്ചുകൊണ്ട് MLA ഓഫീസിലും അതുപോലെ തന്നെ മറ്റ് ആക്ടിവിറ്റീസിലുമൊക്കെ തന്നെ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് സംശയം ഉളവാക്കുന്നതാണ്. പക്ഷേ കേരളത്തിന്റെ ജനങ്ങളുടെ സമാധാനവും മനസാക്ഷിയാണ് കോൺഗ്രസ് മനസ്സിലാക്കേണ്ടത്. ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് പോലും അതിനുശേഷം പൊതുപരിപാടികളിൽ പങ്കെടുത്തിട്ട് പോലും ഒരു പ്രകോപനം ഉണ്ടാക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ജനങ്ങൾ തയ്യാറായിട്ടില്ല. എന്തായാലും വളരെ വളരെ മോശമാണ്. കോൺഗ്രസ് തന്നെയാണ് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. ഗവൺമെന്റ് എന്നുള്ള നിലയിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരുപാട് കേരളമാകെ അറിയപ്പെടുന്ന, രാജ്യമാകെ അറിയപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ ചെയ്തതിന്റെ പേരിലുള്ള അറസ്റ്റ് നടന്നിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്ത് നടക്കാത്ത നിലയിലുള്ള നിയമ നടപടികൾ മുഖം നോക്കാതെ തന്നെ പോലീസ് നിർവഹിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ട്. ഉദാഹരണം, ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിരുന്നു. നടൻ ദിലീപിനെ അറസ്റ്റ് ചെയ്തു. തന്ത്രി കണ്ടേരു രാജീവിനെ അറസ്റ്റ് ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തു. PC ജോർജിനെ അറസ്റ്റ് ചെയ്തു. മോൻസൺ മാവുങ്കലിനെ അറസ്റ്റ് ചെയ്തു. മഞ്ചേശ്വരം മുൻ MLA അറസ്റ്റ് ചെയ്തു. രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തു. ഇതൊന്നും ഒരു സംരക്ഷണവും, എത്ര വലിയവനായിരുന്നാലും എത്ര സ്വാധീനമുള്ള വ്യക്തിയായിരുന്നാലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സംരക്ഷണം കിട്ടില്ല എന്നുള്ള തെളിവായിരുന്നു ഈ 9.5 വർഷക്കാലം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വമുള്ള ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിലും പിണറായി വിജയന്റെ നിലപാട് ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്രയും സമൂഹത്തിൽ സ്വാധീനവും അതുപോലെ തന്നെ ബന്ധവുമുള്ള വ്യക്തികൾ ഉണ്ടായിട്ട് പോലും അത് അവര് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മറ്റു സംസ്ഥാനത്ത് ഇതേ രൂപത്തിലുള്ള നടപടികൾ ഒരു മുഖ്യമന്ത്രി സ്വീകരിച്ചായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറ്റും. അതൊരു വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ റെക്കോർഡാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ, വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ കേരളം മാതൃകയാണെന്ന് പറയുന്നതോടൊപ്പം തന്നെ, കുറ്റകൃത്യങ്ങൾ ആര് ചെയ്തു കഴിഞ്ഞാലും, ഏത് വമ്പൻ ചെയ്തു കഴിഞ്ഞാലും പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ മുന്നിൽ അയാൾ കുറ്റവാളിയാണെങ്കിൽ അത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്ന നിഷ്പക്ഷമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് കേരളത്തിൽ ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രചരണമായിട്ട് പറയുന്നതല്ലല്ലോ. ഇതെല്ലാം നടന്ന സംഭവങ്ങളാണല്ലോ. നടന്ന സംഭവങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഒട്ടും മറന്നിട്ടില്ലല്ലോ. അത് വീണ്ടും ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ.
ഒരിക്കൽ പോലും അങ്ങനെ ഒരു പുറത്താക്കിയെങ്കിൽ പോലും മറ്റൊന്ന് തള്ളിപ്പറയുന്ന രീതിയിലുള്ള ഒരു പ്രതികരണവും ആരുടെയും ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. ചോദിക്കുമ്പോഴൊക്കെ പുറത്താക്കിയല്ലോ എന്ന് മാത്രമാണ് പറയുന്നത്. ആ സസ്പെൻഷന് പോലും ഇത്ര കാലത്തെ സസ്പെൻഷൻ എന്ന് പറയാൻ പോലും അവർ തയ്യാറാണ്. ഇത് കോൺഗ്രസിന്റെ ഉന്നതങ്ങളിലുള്ള ആൾക്കാരും, കാര്യം ഉന്നതങ്ങളിലുള്ള ആൾക്കാരെന്ന് വെച്ചാൽ നയപരമായി തീരുമാനിക്കേണ്ട, സംഘടനപരമായി തീരുമാനിക്കേണ്ട ആൾക്കാരും രാഹുൽ മാങ്കൂട്ടവുമായി ഉള്ള ഒരു കൂട്ടുകച്ചവടമാണ്. കൂട്ടുകച്ചവടം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു പരസ്പര ധാരണയാണ്. അല്ലെങ്കിൽ പിന്നെ രാജീവ് നടപടി പറഞ്ഞതുപോലെ നടപടി സ്വീകരിച്ചു എന്ന് പറഞ്ഞു. എന്ത് നടപടിയാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. എന്ന് മാത്രമല്ല, നടപടി സ്വീകരിച്ചാലും കോൺഗ്രസിന്റെ നേതൃത്വത്തിന് MLS തന്നെ രാജിവെക്കണമെന്ന് പറഞ്ഞാൽ രാജിവെക്കാതിരിക്കുമോ? അപ്പൊ ഇത് കോൺഗ്രസിന്റെ ഒരു മുഖമാണ്. അതാണ് ഞങ്ങൾ പറയുന്നത്. കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് ഇതൊരു വ്യക്തിപരമായ കാര്യമാണെന്ന് കണ്ടാൽ തന്നെയും ഇത് കോൺഗ്രസിന്റെ ഒരു മുഖമാണ്. ഈ സ്ഥാനമാനങ്ങളിൽ ഇരുന്നുകൊണ്ടാണല്ലോ ഈ കാര്യങ്ങൾ ചെയ്തത്. ഇപ്പൊ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. യുവതിയുടെ കയ്യിൽ കിടന്ന ഇപ്പൊ അറസ്റ്റ് ചെയ്ത കേസിൽ യുവതിയുടെ കയ്യിൽ കിടന്ന ആഡംബര വാച്ച് ഊരി വാങ്ങി, ആഡംബര ഷൂസ് ഊരി വാങ്ങി, ആഡംബര ഫ്ളാറ്റ് വാങ്ങി നൽകുവാൻ നിർബന്ധിപ്പിച്ചു. ഇങ്ങനെയൊക്കെയുള്ള എത്ര ഭീകരമാണ്, എത്ര പൈശാചികമാണ്, എത്ര മനുഷ്യത്വരഹിതമാണ്, എത്ര അഹങ്കാരത്തോടുകൂടിയാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരുടെ പിൻബലത്തിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത്തരം അഹങ്കാരത്തോടുകൂടി എല്ലാവരെയും നിയമത്തെ വെല്ലുവിളിക്കുന്നു, ഒരു ഗവൺമെന്റിനെ വെല്ലുവിളിക്കുന്നു, ഒരു രാഷ്ട്രീയ പാർട്ടിയെ വെല്ലുവിളിക്കുന്നു. ഇതെല്ലാം നടത്തുന്നതിന് ആരുടെ പിന്തുണയാണുള്ളത്? കോൺഗ്രസിന്റെ പിന്തുണ തന്നെയാണ് ഉള്ളത്. കാരണം കർശനമായ നടപടിയിലേക്ക് ഇനിയും പോകുന്നതിന് വേണ്ടി കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തെ ഭയപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. വന്ന കേസുകളെല്ലാം സമാന സ്വഭാവമുള്ളതാണ്. അതായത് ബലാത്സംഗം ഒപ്പം ഗർഭചിത്രം. ഇത്തരമൊരു മാനസിക വിഭ്രാന്തിയുള്ള ഒരാളായി മാറുകയാണ്. അതിപ്പോ ഞാനൊരു സൈക്കോളജിസ്റ്റിനെ പറയാൻ പറ്റുള്ളൂ. അത് കണ്ടാ സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ ചെയ്യാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വ്യക്തിപരമായ കാര്യമാണെങ്കിൽ തന്നെയും ഇത് പൊതു കാര്യമായി മാറുന്നത് അയാൾ നിയമസഭാ അംഗം എന്നുള്ള നിലയിലുള്ള പ്രശ്നവും ഒരു യുവജന സംഘടനയുടെയും രാഷ്ട്രീയ പാർട്ടിയുടെയും സമുന്നത നേതാവ് എന്നുള്ള നിലയിൽ വരുമ്പോഴാണ് ഇത് പൊതു പ്രശ്നമായി മാറുന്നത്. എന്തുകൊണ്ട് ഇത്രയും ബഹളം ഉണ്ടായിട്ടും ഇത്രയും പ്രതിഷേധം വന്നിട്ട് കോൺഗ്രസ് ഇതിൽ ഒരു മെല്ലപ്പോക്ക് നയം എടുക്കുന്നു, ഒരു സൗഹാർദ്ദപരമായ നയം എടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കോൺഗ്രസിന്റെ മുഖമാണല്ലോ ഇയാൾ. ഇപ്പോ ഇത് ഏതെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൽപ്പെട്ട ആൾക്കാരുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നെങ്കിൽ ചില മാധ്യമങ്ങൾ എന്തായിരുന്നു ഇവിടെ ആഘോഷം? ക്രിസ്മസും ഓണാഘോഷവും റംസാനും എല്ലാം കൂടെ ഒരുമിച്ച് ആഘോഷിച്ചത്. തന്ത്രിയുടെ അറസ്റ്റ് വന്നതിന് ശേഷം ബിജെപി തന്നെ രാഷ്ട്രീയമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം തന്ത്രിയുടെ അറസ്റ്റിലെത്തി മന്ത്രിയിലേക്കൊന്നും പോകുന്നില്ല, പെട്ടെന്ന് തന്ത്രിയെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. കോടതിയുടെ പരിപൂർണമായ നിരീക്ഷണത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ തന്ത്രിയായിരുന്നാലും മന്ത്രിയായിരുന്നാലും ആരായിരുന്നാലും നിയമത്തിന്റെ മുന്നിലും കോടതി നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ തീരുമാനപ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ. നമുക്ക് ഇപ്പോ തന്ത്രിയെല്ലാം അറസ്റ്റ് ചെയ്തതോടുകൂടി എന്താ ഒരു കാര്യം ബോധ്യപ്പെടുന്നത്? ഈ തന്ത്രിയിൽ എത്രയും നാള് കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കല്ലേ എന്ന കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ വരുമാനമുള്ള ഒരു സ്ഥാപനത്തിന്റെ അതിന്റെ ഒരു ഭരണത്ത് നിൽക്കുന്ന ആളിനേക്കാൾ മുകളിലുള്ള ഒരാളായിട്ടാണ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പം അമ്പലക്കൊള്ള നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനൊന്നും ന്യായീകരിക്കാൻ വേണ്ടി ആരും വരണ്ട. ബി ജെ പിക്കാർ ഈ ഉടനെ തന്നെ ഈ തന്ത്രിയുടെ വീട്ടിൽ പോകുന്നു, ഉടനെ തന്നെ ബി ജെ പിക്കാർ പ്രതിഷേധം ആചരിക്കുന്നു. അതിലെന്താ ന്യായീകരിക്കുന്നത്? വ്യക്തമായി ഒരു LKG UKG പഠിക്കുന്ന കുട്ടികളെല്ലാം അന്വേഷണം നടത്തിയിരിക്കുന്നത്. കോടതി നിയോഗിച്ച ഒരു അന്വേഷണ കമ്മീഷനല്ലേ, പ്രത്യേക അന്വേഷണ
കമ്മീഷനാണല്ലോ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തേ അന്വേഷണ കമ്മീഷന്റെയും ഒക്കെ തന്നെ റിപ്പോർട്ട് പിന്നെ വന്ന് കോടതിയുടെ തീരുമാനം വരുന്നവരെ കാത്തിരിക്കാതെ ഉടനെ തന്നെ ഒരു പിന്തുണ പ്രഖ്യാപിച്ച് ഈ പിന്നെ കൊള്ളയടിച്ചവരുടെ വീട്ടിൽ പോകുക, അവർക്ക് കൊള്ളക്കാർക്ക് പിന്തുണ കൊടുക്കുക, അതൊന്നും അത്ര ശരിയായിട്ടുള്ള കാര്യമൊന്നുമില്ല. ബിജെപിക്കും ഇതിൽ എന്തോ ഒരു പിന്നെ ബന്ധമുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ ഉടനെ തന്നെ ഓടിയോടെ പോകേണ്ട കാര്യം എന്താണ്? രമേശ് ചെന്നിത്തല ചോദിച്ചത് കടകംപള്ളി സുരേന്ദ്രന്റെ ഇന്റർവ്യൂ എടുത്താണോ SIT അഭിമുഖം നടത്തിയാണ്ടിരിക്കുന്നത് രമേശ് ചെന്നിത്തല? അതെനിക്കറിയില്ല. രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരുന്നല്ലേ, അറിയാമല്ലോ സാധാരണഗതിയിൽ ഒരു അന്വേഷണം നടക്കുന്ന ഏത് രീതിയിലാണ്, അന്വേഷണ കമ്മീഷൻ ഒരു ആളിനെ വിളിച്ച് ചോദ്യം ചെയ്യുന്നത് ഏത് രീതിയിലാണ്, അതിനുശേഷം കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഏത് രീതിയിലാണ്. പ്രത്യേകിച്ച് ഉന്നതന്മാരായിട്ടുള്ള ആൾക്കാരുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ വെറുതെ ആരെങ്കിലും പറയുന്ന കേട്ടുകൊണ്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റില്ല, മതിയായ തെളിവോടുകൂടിയേ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാം. എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയായിരിക്കും പറഞ്ഞത്. എന്തായാലും ഈ തന്ത്രിമാരുടെ ഈ ഏർപ്പാടുണ്ടല്ലോ, ഇനി ആർക്ക് എന്ത് ഇഷ്ടപ്പെട്ടാലും വേറെ തന്ത്രിമാരെ പറ്റി നേരത്തെ പരാതി ഉണ്ടല്ലോ. അപ്പൊ തന്ത്രിമാർക്ക് എന്തു ആവാം. ഇതൊരു സാധാരണക്കാരനാണ് ചെയ്തിരുന്നെങ്കിൽ ഉള്ള സ്ഥിതി എന്തായിരുന്നു? അപ്പൊ തന്ത്രിമാരെ തൊട്ടപ്പം ബിജെപിക്ക് വലിയ പ്രയാസം.